അർജന്റീന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിവരുന്ന ഒരു ദൃശ്യമുണ്ട്. തോറ്റു തുന്നം പാടിയൊരു ടീമിനെയും ഫൈനൽ വേദിയിൽ പലതവണ കാൽഡ്രാം വിധിക്കപ്പെട്ട ലിയണൽ മെസ്സി എന്ന റൊസാരിയോക്കാരനെയും. എന്നാൽ അതൊക്കെ ഇന്ന് വെറും പഴങ്കഥകൾ മാത്രമായി തീർന്നിരിക്കുന്നു. കാരണം ഇന്ന് അർജന്റീന എന്നത് ആ പഴയ അർജന്റീനയല്ല. കോപ്പ അമേരിക്കയും ഫൈനലിസ്മയും വേൾഡ് കപ്പും ചൂടിയ ചെങ്കോലും കിരീടവും വെച്ച ലിയണൽ മെസ്സി എന്ന അധികായകൻ്റെ നീലപ്പട്ടാളമാണ്. ആരാധകവൃന്ദങ്ങളെ ഒരിക്കൽ കൂടെ ആ സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോകാൻ, ലാറ്റിൻ അമേരിക്കൻ സായാഹ്ന വേദികളിൽ ആ നീലക്കൊടി വീണ്ടും പാറിപ്പറപ്പിക്കാൻ ലിയണൽ മെസ്സിയും സംഘവും ഒരിക്കൽ കൂടെ ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു വരികയാണ്. യുദ്ധസമാനമായ കളി മൈതാനിൽ പോരടിക്കാൻ പോകുന്ന പടയാളികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പെനാൽറ്റി ബോക്സും കടന്നു കഴിഞ്ഞാൽ ഗോളടിക്കാമെന്ന് വിശ്വസിച്ചുറപ്പിച്ച എതിരാളികളെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അർജന്റീനയുടെ വല ചലിപ്പിക്കണമെങ്കിൽ അയാളെ നിങ്ങൾ കൊന്നിരിക്കണം. അല്ലെങ്കിൽ ഗോളടിക്കുക എന്നത് നിങ്ങൾക്ക് വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. കോപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലും ഉരുക്കുപോലെ നിന്ന അർജന്റീനയുടെ കാവൽ മാലാക ഇത്തവണയും അവിടെ തന്നെയുണ്ട്. ഹിസ് നെയിം ഈസ് എമിലിയാനോ മാർട്ടിനസ്. അദ്ദേഹത്തോടൊപ്പം ജിറോണിമോ റുള്ളി ആൻഡ് അർമാനി. കോപ്പ അമേരിക്കയും വേൾഡ് കപ്പും ചൂടിയ ശേഷം അർജന്റീന എന്ന ടീം എത്രമാത്രം മാറി എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അർജന്റീനയുടെ ഡിഫൻസ് എന്നത്. കാരണം ഒരു കാലത്ത് പഴികൾ മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട ഡിഫൻസ് ഇന്ന് ഏറെ ശക്തരാണ്. എതിരാളികൾ എത്ര ശക്തരാവട്ടെ, ഏത് കൊലക്കൊമ്പനാവട്ടെ, ഈ മൂവറക സംഘത്തെ മറികടന്നുകൊണ്ട് അർജന്റീനയുടെ വല ചലിപ്പിക്കണമെങ്കിൽ എതിരാളികളെ നിങ്ങൾ മറ്റൊരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും. എതിരെ വരുന്ന എതിരാളികളെയും കാത്ത് അവർ അവിടം കാത്തിരിപ്പുണ്ട്. ടോട്ടനം ഹോട്ട്സ്പറിന്റെ കൂട്ടി റൊമേരയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ലിസാൻഡ്രോ മാർട്ടിനസും ബെനിഫിക്കയുടെ ഓട്ടമെന്റിയും. ഇവർക്കൊപ്പം പ്രതിരോധത്തിന് ശക്തി പകരാൻ ലൂക്കാസ് മാർട്ടിനസ് കോട്ട, ജർമൻ പെസല്ല ആൻഡ് ലിയനാൻഡ്രോ ബലെർഡി. അർജന്റീനയുടെ ഇരുവിങ്ങുകളിലൂടെയും ചിത്രശലഭം പോലെ പാറി നടന്നുകൊണ്ട് സ്കലോണിയൻ തന്ത്രങ്ങളെ ഗ്രൗണ്ടിൽ നടപ്പിലാക്കാൻ ടാഗ്ലിയാഫിക്കോ, മൊളീന, മോണ്ടീൽ, അക്യൂന ആൻഡ് ദ യങ് സെൻസേഷൻ വാലന്റിൻ ബാർക്കോ. ഇനി പറയാൻ പോകുന്നത് അവരെക്കുറിച്ചാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പകരക്കാരൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഇന്ന് അർജന്റീനയുടെ നിരയിൽ പകരം വെക്കാനില്ലാത്തവരായിരിക്കുകയാണ് അവർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനും ചെൽസിക്കും വേണ്ടി മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്ന അർജന്റീനിയൻ പടക്കോപ്പുകൾ അലക്സിസ് മാക്കലിസ്റ്റർ ആൻഡ് എൻസോ ഫെർണാണ്ടസ്. എതിരാളികളുടെ മൂർച്ചയുള്ള ആക്രമണങ്ങളെ മധ്യനിരയിൽ നിന്നുകൊണ്ട് തന്നെ നിഷ്പ്രഭമാക്കാൻ അർജന്റീന എന്ന ടീം 28 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടപ്പോൾ ഏഞ്ചൽ ഡീമരെ നേടിയ ഏക ഗോളിന് മധ്യനിരയിൽ നിന്നുകൊണ്ട് അളന്നു മുറിച്ച ക്രോസ് നൽകിയ താരം അർജന്റീനയുടെ എഞ്ചിനായി പ്രവർത്തിക്കുന്ന റോഡ്രിഗോ ഡി പോൾ. അദ്ദേഹത്തോടൊപ്പം മധ്യനിരയിൽ നിറഞ്ഞു കളിക്കാൻ ലിയാൻഡ്രോ പെരേഡസ് ആൻഡ് ഗൈഡോ റോഡ്രിഗസ്. 120 വർഷങ്ങൾക്ക് ശേഷം ബയൺ മ്യൂണിക്കിന്റെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് ബയർ ലെവർകൂസൻ ചരിത്രത്തിലാദ്യമായി ബുണ്ടസ്ലീഗ ടൈറ്റിൽ നേടിയപ്പോൾ അതിൽ സുപ്രധാന പങ്ക് വഹിച്ച താരം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെൻട്രൽ മിഡ്ഫീൽഡറായും കളിമൈതാനിൽ നിറഞ്ഞാടുന്ന സാബി അലൻസോ എന്ന മാസ്റ്റർ ബ്രെയിൻ്റെ ആവനായിലെ പ്രധാന അസ്ത്രം. ഭാവിയിൽ അർജന്റീനയുടെ മിഡ്ഫീൽഡ് അടക്കി ഭരിക്കാൻ പോകുന്ന ഒരു ഒന്നൊന്നര ഐറ്റമാണിത്. റിമെമ്പർ ദ നെയിം എക്സിക്കൽ പലാസിയോസ്. വേഗതയാർന്ന മുന്നേറ്റങ്ങൾ കൊണ്ട് അർജന്റീനയുടെ കാൽപ്പനിക സൗന്ദര്യത്തിന് നിറം പകരാൻ ജിയോവാനി ലോ സെൽസോ ആൻഡ് വാലന്റിൻ കാർബോണി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ യുദ്ധത്തിനായി ഇറങ്ങുന്ന സ്കലോണി രാഗി മിനുക്കിയെടുത്ത അർജന്റീനയുടെ മുന്നേറ്റ നിരക്കാരെ കുറിച്ചാണ്.
എതിർ പോസ്റ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ കണക്കെ വെടിയുണ്ടകൾ ഉതിർക്കാൻ ഇത്തിഹാദ് കോട്ടയെ വിറപ്പിച്ച പെപ്പിന്റെ വജ്രായുധം ഹൂലിയൻ അൽവാരസ്. കൂടെ എതിർ ഡിഫൻഡർമാർക്ക് തലവേദന സൃഷ്ടിച്ച് പ്രതിരോധത്തിൽ വിള്ളലുകൾ വരുത്താൻ ഈ വർഷത്തെ ഇറ്റാലിയൻ സീരിയയിലെ ടോപ്പ് സ്കോറർ ലൗറ്റാറോ മാർട്ടിനസ്. ഇതിഹാസങ്ങൾ മാറ്റിവെച്ച അർജന്റീനയുടെ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചെകുത്താൻ കോട്ടയെ വിറപ്പിക്കുന്ന ഒരു മുതൽ അണിയറയിൽ സജ്ജമാണ്. നൃത്തച്ചുവടുകളുമായി മൈതാനങ്ങളെ കോരിത്തെരിപ്പിക്കുന്നവൻ. ഈ വർഷം FA കപ്പ് യുണൈറ്റഡ് ചൂടിയപ്പോൾ അതിൽ സുപ്രധാന പങ്ക് വഹിച്ച താരം. ഹിസ് നെയിം ഈസ് അലജാൻഡ്രോ ഗർനാച്ചോ. അദ്ദേഹത്തോടൊപ്പം മുന്നേറ്റത്തിന് പ്രതീക്ഷകൾ നൽകാൻ നിക്കോ ഗോൺസാലസ് ആൻഡ് ഏഞ്ചൽ കൊറിയ. കോപ്പ അമേരിക്കക്കുള്ള അർജന്റീന സ്ക്വാഡ് ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. ലോക ഫുട്ബോളിലെ പരിശീലകന്മാരും താരങ്ങളും അവരുടെ അന്തകനായി കാണുന്ന താരം. ദ ഏലിയൻ എന്നും ഹീസ് ഫ്രം അനദർ പ്ലാനറ്റ് എന്നുമെല്ലാം ഫുട്ബോൾ ലോകം വിശേഷിപ്പിക്കുന്നത് അയാളെക്കുറിച്ച് മാത്രമാണ്. അയാൾക്ക് നേടാൻ കഴിയാത്ത കിരീടങ്ങളില്ല, അയാൾക്ക് തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകളില്ല, അയാളുടെ ചൂടറിയാത്ത പ്രതിരോധ കോട്ടകളില്ല. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ലിയണൽ ആൻഡ്രസ് മെസ്സി. Rest in peace. കോപ്പ അമേരിക്ക ഫുട്ബോളിന് അടുത്ത മാസം 12 തുടങ്ങും. 16 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി കിരീടത്തിനായി മത്സരിക്കും. ജൂൺ 20 മുതൽ ജൂലൈ 14 വരെയാണ് ടൂർണമെന്റ്. പതിവ് പോലെ അർജന്റീനയും ബ്രസീലും തന്നെയാണ് ടൈറ്റിൽ ഫേവറൈറ്റ്. ടൈമായി.